നവീകരിച്ച വൈക്കം തന്തൈ പെരിയാർ ഇ.വി. രാമസ്വാമി നായ്ക്കർ സ്മാരകത്തിന്റെ ഉദ്ഘാടനം ഇന്ന്. തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ രാവിലെ 10 മണിക്ക് സ്മാരകം ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷത വഹിക്കും. ഷിനോജ് വിവരങ്ങളുമായി ചേരുന്നു. ഷിനോജ്, ഗുഡ് മോർണിംഗ്. ഈ ചടങ്ങുകൾ എങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മറ്റാരൊക്കെ പങ്കെടുക്കും? മോത്തി, ഒരു നൂറ്റാണ്ട് മുൻപ് ജാതി വ്യവസ്ഥയും ഐത്തത്തെയും ഒക്കെ വെല്ലുവിളിച്ച വൈക്കത്തിന്റെ ചരിത്രപരമായ മണ്ണിൽ ഇന്നൊരു ഐതിഹാസികമായ സമ്മേളനത്തിനാണ് ഒരുങ്ങുന്നത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി സമാപന ആഘോഷമാണ്. അതായത് തമിഴ്നാട് സർക്കാരിന്റെ സമാപന ആഘോഷമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. കേരള സർക്കാരിന്റെ സമാപന ആഘോഷം എന്ന് പറയുന്നത് അടുത്ത വർഷമാണ്. തമിഴ്നാട് സർക്കാർ ഇതിൽ ഏറ്റവും പ്രധാനമായ ഒരു പ്രാധാന്യം നൽകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അത് ഇ.വി. രാമസ്വാമി നായ്ക്കരുടെ ഈ സമരത്തിലുള്ള പങ്കാളിത്തം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്ന സമയത്ത് അന്ന് സമരത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ കെ.പി. കേശവനും ടി കെ മാധവനും ബാരിസ്റ്റർ ജോർജ് ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ തന്നെ അന്ന് ജയിലിലടയ്ക്കുന്ന സമയത്ത് ഈ സമരം പിന്നീട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നൊരു വലിയ ചോദ്യം ഉണ്ടായിരുന്നു. ആ സമയത്താണ് അന്നത്തെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇത്തരത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഇ.വി. രാമസ്വാമി നായ്ക്കറെ കേരളത്തിലേക്ക് കൊണ്ടുവരികയും വൈക്കത്തേക്ക് കൊണ്ടുവരികയും ഈ സമരത്തിന് മുൻനിരയിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഈ സമരം കൂടുതൽ ഒരു കേരളത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സമരമായി മാറുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് ഇപ്പോൾ ഈ ഇ.വി. രാമസ്വാമി നായ്ക്കരുടെ പേരിൽ തമിഴ്നാട് സർക്കാർ തന്നെ ഒരു വലിയ സ്മാരകം ഇപ്പോൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല ഒരു ലൈബ്രറി ഉണ്ട്, അതിനോടൊപ്പം തന്നെ മ്യൂസിയം ഉണ്ട്, ഒരു കുട്ടികൾക്കുള്ള പാർക്കുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. 8.5 കോടി രൂപ ചെലവിട്ടുകൊണ്ടാണ് തമിഴ്നാട് സർക്കാർ ഇത്തരത്തിൽ വൈക്കം വലിയ കവലയിൽ ഒരു സ്മാരകവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും രാവിലെ 10 മണിക്കാണ് ഇതിന്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനാണ് ഉദ്ഘാടനം നടത്തുന്നത്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ, സംസ്ഥാനത്തെ മന്ത്രിമാർ, തമിഴ്നാട്ടിലുള്ള മന്ത്രിമാരൊക്കെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കും. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നിരവധി തമിഴ്നാട്ടിൽ നിന്നുള്ള DMK പ്രവർത്തകരൊക്കെ ഇന്നലെ രാത്രിയോട് കൂടി തന്നെ വൈക്കത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. 5000-ലധികം DMK പ്രവർത്തകർ ഈ വൈക്കത്ത് ഈ പരിപാടിക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ ഈ സ്മാരകമുള്ള ഈ വലിയ കവലയിലും നിരവധിയായിട്ടുള്ള DMK പ്രവർത്തകരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് അവരുടെ പ്രതികരണം ഊരങ്കെ பெரியார் 1924 இந்த ஊரில் போராடினாருங்க. இந்த ஊரில் மிகப்பெரிய சாதி கொடுமை, அறியாமை, மிகப்பெரிய மூட நம்பிக்கை அளந்திருந்தது. அதற்காக இங்கே பல்வேறு போராட்டங்களை நடந்த பிறகு அவருக்கு தகவல் கொடுத்து அந்த போராட்டத்தை இங்கே நடத்தினார். இதே தெருவில் கோயில் தெருவில் ஆடு போகலாம், மாடு போகலாம், பன்னி போகலாம், நாய் போகலாம், இப்படியெல்லாம் இருக்கக்கூடியவர்கள் ஒரு 6 அறிவு உள்ள மனிதர்கள் போகக்கூடாது அப்படின்றதுக்காக அந்த போராட்டம் நடந்து 6 மாதம் ஒரு தடவை, 3 மாதம் ஒரு தடவை சிறையில் அடைக்கப்பட்டு இந்த இவர் திருமாங்கூர் ராஜாங்கம் அந்த அம்மா அவர் இறந்த பிறகு அந்த போராட்டத்துக்கு இங்கே ஒரு போராட்டத்துக்காக அறியாமல் இருக்கக்கூடிய ஆரிய சமூகத்தை சார்ந்தவர்கள் பெரியார் சாக வேண்டும் என்று ஒரு ஏகத்தை நடத்தினாங்க. அந்த ஏகம் நடக்கும்போது அவர் பெரியார் சாகவில்லை, திருவாங்கூர் ராஜாங்கம் தான் இறந்து விட்டார். திருவாங்கூர் ராஜா தான் இருந்துட்டு அந்த யாகத்தின் பின்னாடி. அதுக்கு எங்களுக்கு உடன்பாடு இல்லை. அதுக்கு பிறகுதான் மீண்டும் பெரியார் சிலையான அந்த போராட்டம் வெட்டி கடந்து இந்த நாட்டில் மனிதன் எல்லா ஒன்றுதான், ஏற்றத்தாழ்வு இல்லாமல் ஜாதிகள், ஏற்றத்தாழ்வு இல்லாமல் மதங்கள், ஒன்றே மனிதனே தான், கடவுளை மற மனிதனே இணை அந்த தத்துவத்தை நான் சொல்லியிருக்கார். ஜாதியை மறுத்த தலைவர், மதத்தை மறுத்த தலைவர், பெண்ணடிமையை ஒழித்த தலைவர், இடஒதுக்கீட்டு தந்த தலைவர். எனவே பெரியாரை சொல்லிக்கிட்டே போகலாம், அவ்வளோ மிகப்பெரிய ஒரு தலைவர் அவர். എന്തായാലും നിരവധിയായിട്ടുള്ള DMK പ്രവർത്തകരാണ് ഇപ്പോൾ വൈക്കത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് 5000-ലധികം ഒരു 60-70 ബസ്സുകളിലൊക്കെ തമിഴ്നാട്ടിൽ നിന്നുള്ള DMK പ്രവർത്തകരൊക്കെ തന്നെ ഇന്നലെ രാത്രിയോട് കൂടി തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഇന്ന് ഈ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഇ.വി. രാമസ്വാമി നായ്ക്കരുടെ പ്രതിമയാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഏകദേശം 8.5 കോടി രൂപ ചെലവിലാണ് തമിഴ്നാട് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ചും തമിഴ്നാടിനെ സംബന്ധിച്ചുമൊക്കെ 2 സംസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒന്നിച്ചെത്തുന്ന ഒരു മഹാസമ്മേളനത്തിന് കൂടിയാണ് വൈക്കം ഇന്ന് വേദിയാകുന്നത്. മോത്തി, തീർച്ചയായിട്ടും ഷിനോജ് പറഞ്ഞതുപോലെ 2 സംസ്ഥാനങ്ങളുടെയും ഭരണകർത്താക്കൾ, പ്രധാനപ്പെട്ട നേതാക്കൾ, പൊതുജനങ്ങൾ ഇവരൊക്കെ നേരിട്ട് പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് വൈക്കത്തേത്. ഇ.വി. രാമസ്വാമി നായ്ക്കരുടെ നവീകരിച്ച സ്മാരകത്തിന്റെ ഉദ്ഘാടനമാണ്. ഷിനോജാണ് വിവരങ്ങൾ നൽകിയത്.